പക്ഷെ ഇത്ത എന്നെ വളരെ മോശമാക്കി, എന്നെ ഏതൊക്കെ ഏജന്റുകളാക്കുന്നു, എന്തൊക്കെയോ എന്നെ ആക്കി തീർക്കുന്നു. അതൊക്കെ ഞാൻ അതെല്ലാം സഹിക്കാം. പക്ഷെ ചേട്ടനെ ചേർത്തുകൂടി എന്നെ ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ലൈഫ് ഉണ്ട്, എനിക്കൊരു ഭാവി ഉണ്ടെന്ന് അവർ മറന്നു പോകുന്നുണ്ട്. അവര് ഒരു സ്ത്രീയല്ലേ. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോ എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ ഏട്ടാ. ഈ വോയിസും കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യടാ, പട്ടിപ്പോലെ ആടി മോനെ. പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ, അതിനെയും കൂടെ വിറ്റ് തിന്നാ നീ. പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. രേണുസുതി ക്യാൻസർ എന്ന മഹാരോഗം. രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ഇരുന്നാൽ മതി. അങ്ങനെ രേണുസുതിയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ പരമാവധി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഈ ക്യാൻസർ എന്ന രോഗം നമുക്കറിയാവുന്ന ഒരാൾക്കും വരാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഒരാൾക്കും, ഈ ലോകത്തെ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയെങ്കിലും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഷെഫീന ബീവി, ഇത്ത, ഞാൻ അങ്ങനെയാണ് ഇതുവരെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് വിളിക്കാൻ താല്പര്യം. ഇത്ത, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പേഴ്സണലി വിളിക്കാം, എനിക്ക് പറ്റും. നിങ്ങൾക്കും അതറിയാം. നിങ്ങളുടെ നമ്പർ എൻ്റെയിലും ഉണ്ട്, എൻ്റെ നമ്പർ നിങ്ങളുടെയിലുമുണ്ട്. പക്ഷേ ഇനി എന്നെ വിളിക്കരുത് പ്ലീസ്. അത് വേറൊന്നും കൊണ്ടല്ല. ഈ വോയിസ് ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഖാദർ കരിപ്പൊടി ഇട്ട ഒരു വോയിസ് ക്ലിപ്പാണ്. ഇത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഞാനിത് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിനും ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് കാണാൻ ഇടയായത്, അല്ലെങ്കിൽ കേൾക്കാൻ, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു ഓഡിയോ കേൾക്കാൻ ഇടയായത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയയിലോട്ട് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വന്നത്, വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് ഈ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലൊന്നും ഞാൻ അധികം ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അന്നൊന്നും കണ്ടിട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തിയുടെ ചില നിലപാടുകളോടൊക്കെ യോജിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സാധനം കേട്ടപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെ പറ്റി? ഒരു കൊച്ചു കുഞ്ഞിനെ, എന്താണ് വിഷയം എനിക്കറിയില്ല, പക്ഷെ എത്ര വലിയ വിഷയമാണെന്ന് പറഞ്ഞാലും ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അങ്ങനെ പറയാൻ പറ്റി നിങ്ങൾക്ക്? ഇത് ചോദിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് തുടങ്ങണമെന്ന് തോന്നി. ഇനി കാര്യത്തിലേക്കൊക്കെ വരാം. ഇന്നലെ ഷെഫീന ബീവി ഇത്തയാണ് പുറത്തു വിടുന്നത്. അതായത് രേണുസുതിക്ക് ഇങ്ങനെ ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ. അതിനുശേഷം നമ്മുടെ അതുലിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒരു പെൺകുട്ടി ഷെഫീന ബീവിയോട് വന്ന് പറയുന്നു, ഇതേ കണക്ക് രേണുസുതിക്ക് ഇങ്ങനൊരു അസുഖമുണ്ട്. ആ സെയിം കുട്ടി തന്നെ അതുലിനോടും ചെന്ന് പറയുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് ചെറിയൊരു ഉടക്ക് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ, അവരുടെ വീഡിയോകളിലൂടെ എനിക്ക് ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്താത്ത, നിങ്ങൾ ഇന്നലെ 2ാമത് ചെയ്ത വീഡിയോ, എന്ത് ബ്ലണ്ടറാണ് നിങ്ങൾ അതിനകത്ത് വിളിച്ച് പറയുന്നത്, എന്ത് ബ്ലണ്ടറാണ്. ആ വീഡിയോയിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് 2 ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് എന്ന്. എനിക്കൊരു ഡിഗ്രിയേ ഉള്ളൂ, ഒരു PG ഡിപ്ലോമ അതുമാണുള്ളത്. വിദ്യാഭ്യാസം വേണം, അതോടൊപ്പം തന്നെ ഇത്തിരി വിവേകവും വേണം. ഒരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, മനസ്സിലായോ? ഡീറ്റെയിൽസ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരോടോ ആരോടാണെങ്കിലും, നിങ്ങളോടൊരു വ്യക്തി വന്ന് ചോദിച്ചാൽ പോലും അവരോടാണെങ്കിലും ശരി, മെഡിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർക്ക്, അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കത് തരാൻ അവർക്ക് അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ആണെങ്കിൽ പോലും അവിടുത്തെ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഏതെങ്കിലും ഒരു യൂട്യൂബർക്ക് കൊടുത്താൽ ആ ഹോസ്പിറ്റലുകാരത് അറിഞ്ഞാൽ, എന്തായാലും അറിയും. ഇത് പബ്ലിക്കലി വീഡിയോയിൽ വരുമ്പോൾ അവരറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണോ എടുത്ത് തന്നെ അവരുടെ ജോലി പോകും. ഇനി അതല്ല, ആ പേഷ്യൻറ്റിന് പരാതി ഉണ്ടെങ്കിൽ കേസും ആകും. മനസ്സിലായോ? അത് അറിയാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഷെഫീന ബീവിക്ക് ഉണ്ട് എന്നാണ്, ഇത്താത്തയ്ക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇന്നലെ ആ വീഡിയോയിൽ ചോദിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെ സങ്കടം തോന്നി. എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടാതെ വരാം. നേരെ തെറിയും വിളിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് വരരുത്. വളരെ മാന്യമായിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കുറച്ചായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ആ ഒരു മാന്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ 2 പേരെ പറ്റി ഞാൻ സംസാരിക്കും. ഒന്ന് ഷെഫീന ബീവി ഇത്താത്ത, പിന്നെ അതുൽ വ്ളോഗ്സ്. 2 പേരെയും എനിക്ക് ഇപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുലിനെ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചു, ഇത്താത്തേനെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു വോയിസ് കേട്ടതുകൊണ്ടാണ്. അതുലിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് വേറൊന്നുമല്ല, ആ പെൺകുട്ടി അറിയാം, ഇവിടെ കുറേ എല്ലാവരും കണ്ടതാണ്. ഇത്താത്തയോടും അതുലിനോടും ചെന്ന് സംസാരിച്ച ആ ഒരു പെൺകുട്ടി അതുലിനോട് പറഞ്ഞത്, ഫസ്റ്റ് അതുലിനാണ് ആ പെൺകുട്ടി മെസ്സേജ് ഇട്ടത്, അതുൽ റിപ്ലൈ കൊടുത്തില്ല. അങ്ങനെയാണ് ഷെഫീന ബീവി എടുക്ക ചെന്നത് എന്നാണ് കുറച്ച് മുമ്പ് അതിൽ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്കൊക്കെ വരാം. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഷെഫീന ബീവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത്താത്ത എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇതൊന്ന് കേട്ടോളൂ. ഹലോ ഗൈസ്, അങ്ങനെ രേണു സുധിയുടെ ക്യാൻസർ വിഷയത്തിൽ ഇപ്പോ ഷെഫീനയാണ് കുഴപ്പം. അയ്യോ മാമ പേരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. വയസ്സിനൊക്കെ ഇത്തിരി മര്യാദ കൊടുക്കടാ. നീ പിന്നെ ഭയങ്കര റെസ്പെക്ടോടെ ഒന്നും വിളിക്കണ്ട. ഷെഫീന കൊള്ള മാമ, അതുല് മാമ. അറ്റ്ലീസ്റ്റ് ഷെഫീന എന്നല്ലേ അവൻ വിളിച്ചത്? ഞാനതാ ചോദിക്കുന്നത്. ഷെഫീന എന്നല്ലേ വിളിച്ചത്? റെസ്പെക്ട് അത് വിടൂ. ഇത്തിരി മര്യാദയോടുകൂടി വിളിക്കണമെന്നോ? അങ്ങനെന്തോ അല്ലേ പറഞ്ഞത്? അങ്ങനത്തെ ഒരു വാക്കല്ലേ ഉപയോഗിച്ചത്? ഞാൻ നേരത്തെ ആ വോയിസ് ക്ലിപ്പ് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം. ഒന്നുകൂടെ നിങ്ങൾ കേൾക്കണം. ഈ വോയിസും കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യടാ, പട്ടിപ്പോലെ ആടി മോനെ. പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ, അതിനെയും കൂടെ വിറ്റ് തിന്നാ നീ. പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ വിളിച്ചത് എന്താന്ന് ഓർമ്മിപ്പിക്കണം ഷെഫീന ബീവിയെ ഞാൻ. അല്ല, അങ്ങനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ കൂടുതലായിട്ട് എങ്ങോട്ടും പോകണ്ടത്. ഈ വോയിസ് ഒന്നുകൂടെ ഒന്ന് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ അവൻ ഷെഫീന എന്ന് പേര് വിളിച്ചപ്പോഴത്തേക്ക് ഇത്ര അങ്ങോട്ട് പൊള്ളേണ്ട കാര്യമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇത്താത്ത നിങ്ങൾ അന്ന് വിളിച്ചിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ തെറിയെല്ലാം വിളിച്ചതെന്ന് എനിക്കറിയില്ല. അതിൻ്റെയൊക്കെ മൂല പോയി തപ്പേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വീഡിയോ എന്തിനാണ്, അല്ലെങ്കിൽ ഈ ഓഡിയോ എന്തിനാണ് കേൾപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ കാര്യം ഞാൻ കേട്ടതുകൊണ്ടാണ്. ആ കുഞ്ഞിൻ്റെ കാര്യം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ, അതായത് ആ വ്യക്തി, അതുലെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേര് വിളിച്ചപ്പോൾ ഇത്രയും ദേഷ്യം തോന്നിയെങ്കിൽ, ആ ഒരു കുട്ടിയെ നിങ്ങളത് പറഞ്ഞപ്പോൾ അത് കേട്ട എല്ലാവർക്കും, ഇപ്പം എനിക്കൊരു ദേഷ്യം തോന്നി, അതുപോലെ തന്നെ ഇത് കേട്ട എത്രയോ ആളുകൾക്ക് ദേഷ്യം തോന്നിക്കാണും. എന്തിൻ്റെ പേരിലാണെങ്കിലും ഷെഫീന നിങ്ങൾ എന്തിന് ഒരു കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു എന്ന് എത്ര പേര് നിങ്ങളോട് ചോദിച്ചു കാണും, ഇല്ലേ? പോട്ടെ, അതും വിടൂ. അടുത്തത് ഞാൻ പിന്നെ വീഡിയോ കാണിക്കുന്നില്ല, വോയിസ് മാത്രമേ കേൾപ്പിക്കുകയുള്ളൂ. ഓക്കെ, അത് മതി, കേട്ടോ. ഈ വിഷയം ഈ പെൺകുട്ടി എന്നോടും പറഞ്ഞു, അവനോടും പറഞ്ഞു. അതുവരെ ഓക്കെ. അതിനുശേഷം അവൾ എന്നോട് സംസാരിച്ചത് നിന്നോട് വന്നവൾ വീണ്ടും പറഞ്ഞെങ്കിൽ അവളെ പറഞ്ഞിട്ടോ നീയാ? ഈ പെങ്കൊച്ചിന് വിരട്ടിയപ്പോ നിനക്ക് നൊന്തു. അതപ്പോ ആരാ പെങ്കൊച്ച്? കൊച്ചു നാട്ടിലുണ്ട്, പക്ഷെ നാട്ടിലെ നമ്പരീന്നല്ല എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ദുബായ് നമ്പരീന്നാ. എന്താണ് ലിങ്ക്? അതൊക്കെ നീ ജനങ്ങളോട് പറഞ്ഞാൽ മതി. അത് അവൻ പറഞ്ഞോളൂ. എനിക്ക് ഈ ദുബായ് ലിങ്കിന്റെ ഒക്കെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവനോട് ആദ്യമേ പോയി സംസാരിച്ചു, അതായത് സംസാരിക്കുക ഇൻ ദ സെൻസ് അവന് മെസ്സേജ് ഇട്ടു, അവൻ തിരിഞ്ഞു നോക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ റിപ്ലൈ ഒന്നും ഇല്ലാതെ കണ്ടപ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, നിങ്ങളോട് വന്ന് സംസാരിച്ചു. നിങ്ങളെടുക്ക സംസാരിച്ച കാര്യം തിരിച്ച് അവൻ അവിടുന്ന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പം അവനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ ഇതേ കണക്ക് ഇത്താത്തയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ ഇത്ര വലിയ പ്രശ്നം? അല്ല, അത് സംഭവിച്ചു എന്നും പറഞ്ഞ് ഈ ദുബായ് ലിങ്കൊക്കെ ഇത് എങ്ങോട്ടായി പോണത്? അല്ല, എനിക്ക് പിടികിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? പോട്ടെ, എനിക്കറിയത്തില്ല. ദുബായ് ലിങ്കും അതുലിന് ചിലപ്പോൾ ദുബായിൽ മറ്റേ സ്വർണ്ണക്കടത്തൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. അതുല അങ്ങനെ വല്ലതും ഉണ്ടോടാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല.
ദുബായിലെങ്കിൽ പോട്ടെ, അതൊക്കെ പോട്ടെ, നിങ്ങളുടെ സൈഡിലാണ്, അവിടെയൊക്കെ പെർഫെക്റ്റ്, കംപ്ലീറ്റ്ലി കറക്റ്റ് നിങ്ങളുടെ ഭാഗത്താണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കുറേ ഈ എന്താണ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് വേറെ തരത്തിലേക്ക് ആ ഒരു ടോക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി നിങ്ങളുടെ വീഡിയോ കണ്ടു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്, കേൾക്കണ്ടേ നമുക്കത്? ഇനി അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഏകദേശം ഈ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഇന്നലെ. ഓൾറെഡി ഈ വീഡിയോ നല്ല ലെങ്ത് വരും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ഗംഭീരമായിട്ട് വിശദീകരിക്കാൻ നിൽക്കാത്തത്. തുടക്കത്തിലൊന്ന് പറഞ്ഞു പോയല്ലോ, ഒന്നുമില്ല, രേണുസുതി ഇങ്ങനെ അസുഖമാണ് എന്നൊരു പെൺകുട്ടി വിളിച്ചങ്ങ് പറഞ്ഞു ഷെഫീനയോടും അതുലിനോടും. അതാണ് കാര്യം. പക്ഷേ ഷെഫീനെ ഇത്താത്ത അതെടുത്തൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഈ കുറച്ച് അധികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അവൾ പറഞ്ഞ കാര്യങ്ങൾ, അവളുടെ ചാറ്റുകൾ, അല്ലെങ്കിൽ അവളുടെ നമ്പർ, അവളുടെ പേര് ഉൾപ്പെടെ എടുത്ത് പുറത്തേക്ക് വിട്ടു. മനസ്സിലായോ? ഇതൊക്കെ ഉണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഒരു പെൺകുട്ടിയുടെ നമ്പർ വരെ, പേര് പോട്ടെ, നമ്പർ വരെയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് അത് ഇടുന്നതിന് മുമ്പ് ആ പെങ്കൊച്ചിനോട് ചോദിക്കാം, മോളെ നിന്റെ നമ്പർ ഞാൻ എടുത്ത് പുറത്ത് നാട്ടുകാരെ കാണിച്ചോട്ടെ എന്ന്. അതൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഒരു പെൺകുട്ടിയും അതിന് സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ നമ്പറൊക്കെ എടുത്ത്, അതിപ്പോൾ ഗൾഫിലെ നമ്പറാണെങ്കിലും എടുത്ത് പുറത്തേക്കൊന്നും ഇടിയിക്കാനായിട്ട് പിടികിട്ടിയോ? അത് നാട്ടുകാർ മാനിപ്പുലേറ്റ് ചെയ്തോ? ഈ വീഡിയോ, അല്ലെങ്കിൽ ഷെഫീന ബീവി ഇത്താത്തയുടെ ലാസ്റ്റ് വീഡിയോയിൽ നല്ല വൃത്തിക്ക് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഓരോന്നും ഞാൻ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോന്നും. സത്യം പറഞ്ഞാൽ ആ മാനിപ്പുലേഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതൊക്കെ എന്തോ എനിക്കറിയാൻ പാടില്ല. ലിറ്ററലി ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ തിങ്ക് ചെയ്ത് പോയി. ആദ്യമേ ആ പെൺകുട്ടി പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചേട്ടന് മെസ്സേജ് ഇടുക. സഫീനാത്തയുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒന്ന് കയറിയിട്ട് നോക്കുവോ? കാരണം എന്നെയും ചേട്ടനെയും തമ്മിൽ വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സഫീനാത്ത ഒന്ന് കയറി നോക്കുവോ? ചേട്ടൻ ഇട്ടോട്ട് തന്നെ ഒരു മെസ്സേജാണ് ഞാൻ സഫീനാത്താക്ക് ഇട്ടത്. പക്ഷെ അതിനുശേഷം ഇട്ട് എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാണ്. എനിക്ക് 15 മിനിറ്റ് തരുന്നു, അതിനിപ്പുറം ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ എന്നെ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നു, എന്റെ പേരില് വീഡിയോ ഇറക്കുമെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ അയത്താർക്ക് പറഞ്ഞു, ഞാൻ ഇത്ര ചെയ്തുള്ളൂ, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ അതിലൊന്നും അയത്താർക്ക് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അയത്ത എന്നെ വളരെ മോശമാക്കി, എന്നെ ഏതൊക്കെ ഏജന്റുകളാക്കുന്നു, എന്തൊക്കെയോ എന്നെ ആക്കി തീർക്കുന്നു. അതൊക്കെ ഞാൻ അതെല്ലാം സഹിക്കാം. പക്ഷെ ചേട്ടനെ ചേർത്തുകൂടി എന്നെ ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു ലൈഫ് ഉണ്ട്, എനിക്കൊരു ഭാവി ഉണ്ടെന്ന് അവർ മറന്നു പോകുന്നുണ്ട്. അവരൊരു സ്ത്രീയല്ലേ. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരു വിശ്വാസത്തിന്റെ പേരിലല്ലേ ഏട്ടാ. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ഷെഫീന ബീവി ഇത്താത്തു, ഇത് എന്തുവായി കേൾക്കുന്നത്? റിയാക്ഷൻകാരെ എല്ലാരെയും പറയിപ്പിക്കൂ. ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ? ഈ ദുബായ് ലിങ്ക് നിങ്ങൾ തമ്മിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് കൊണ്ടാ. ആ പെങ്കൊച്ചിനൊരു ലൈഫുണ്ട്, നിങ്ങളുടെ അടുക്ക് വന്ന് പറഞ്ഞു. നിങ്ങൾക്കത് ജെനുവിനായിട്ട് തോന്നുന്നില്ലെങ്കിൽ അപ്പോഴേ വിട്ടുകളയ്യ, അതല്ലേ ചെയ്യേണ്ടത്. ചാറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ അത് കാണിക്കാം, വെയിറ്റ് ചെയ്യുക. ഇത്താത്ത ആ ചാറ്റ് കാണിച്ച് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ നല്ല അട്ടർ ബ്ലണ്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കത് വിശദീകരിച്ചു തരാം. അത് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇത്താത്തേൻ്റെ തന്നെ വോയിസ് കേൾപ്പിച്ച് ഇത്താത്ത എന്താണത് കാണിച്ചുകൊണ്ട് ചോദിക്കുന്നതെന്നുള്ള കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. അതിനു മുമ്പ് ഈ കൊച്ചിന് പറയാനുള്ള തീർക്കാം നമുക്ക് അങ്ങോട്ട്. ചേട്ടനായാലും സഫീനായിട്ടായിരിക്കും ഞാൻ മെസ്സേജ് ഇടുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തേലും ഒരു മോശം പറഞ്ഞിട്ട് അവരെന്നെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ട ഓക്കെ, ഞാൻ ആ ചാറ്റ് എല്ലാം വേണമെങ്കിൽ ചേട്ടൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് തന്നെ പാരയാവുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അനുഭവത്തിൽ വേണ്ടിപ്പോ ആദ്യമായിട്ടാണ്. ചേട്ടൻ ഒന്ന് കയറി നോക്കുവോ? അത് എന്നെ ചേട്ടനെയും പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് കയറി അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്താത്ത, വളരെ മാന്യമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്താത്തോട്. അതായത് എനിക്കറിയില്ല, ഇപ്പോഴും ഞാൻ പറയുന്നില്ല രേണുസുതിക്ക് അസുഖമുണ്ട് അസുഖമില്ല എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്കറിയത്തില്ല. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രേണു ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൻ്റെ അടിയിൽ രേണു എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഫോട്ടോ ഇട്ടിട്ട് ഐ എം എ ഫൈറ്റർ, അതു സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. ഇതിനകത്തുനിന്ന് ഏകദേശം അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗട്ട് അടിക്കാം. പോട്ടെ,
പിന്നെ വേറൊരു കാര്യം, രേണു എഴുതിയിട്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഒരു ലവ് ചിഹ്നം മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. വോട്ടവർ, ഞാൻ അതിനകത്തോട്ട് മറ്റേ ചുരണ്ടുന്നില്ലായിട്ട് ഇത് കേട്ടവർക്ക് അല്ലെങ്കിൽ ഇത് കണ്ടവർക്ക് ആർക്കാണെങ്കിലും മനസ്സിൽ തോന്നും സംതിങ് ഈസ് ദെയർ. പറയാതെ എവിടെയോ പറഞ്ഞ് രേണു പോകുന്നുണ്ട്. ലീവ് ഇറ്റ്, പോട്ടെ. പക്ഷേ ഷെഫീന ബീവി, ഇത്താത്ത, അവർക്ക് നാളെ ശരിക്കും അസുഖമുണ്ട് എന്ന് പുറം ലോകം അറിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫോ എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ, ഇത്താത്തയുടെ വീഡിയോയിൽ ഇത്താത്ത പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞ്. ഞാനൊന്നും പറയുന്നില്ല, നിൽക്കാതെ വേറെ മാർഗമില്ലല്ലോ, ഓക്കെ. പക്ഷെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു പെൺകുട്ടി, അവളെങ്ങനെയോ അറിഞ്ഞു, അവളുടെ ചേച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ അറിയുമല്ലോ. അങ്ങനെ ഈ പെൺകുട്ടിയോട് പറഞ്ഞു. ആ പെൺകൊച്ചിൻ്റെ ഏതോ നല്ല സമയത്ത് വന്ന് നിങ്ങളോടും അതുലിനോടും ഒക്കെ ചെന്ന് പറഞ്ഞു. അത് മനസ്സിലായോ? അങ്ങനെ തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം. ഏതോ നല്ല സമയത്ത് ആ കുട്ടി വന്നങ്ങ് പറഞ്ഞു. അതിൻ്റെ കഷ്ടകാലം. പക്ഷേ ഇന്ന് അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അതുലിനെയും കൂട്ടി ഇടയ്ക്കൊരു സംസാരം ഉണ്ടല്ലോ ആ വീഡിയോയ്ക്കകത്ത്. എന്നാൽ ഡയറക്റ്റ് അല്ല, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സാധനം ആ കൊച്ച് അതിൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ ബാധിച്ചാൽ, എന്തെങ്കിലും ആ കൊച്ച് കാണിച്ചാൽ പെടലിയിലിരിക്കും ഇത്താത്ത. ഉള്ള കാര്യം ഞാൻ പറയുക. കാരണം എനിക്ക് അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. മനസ്സിലായോ? പിന്നെ ഇത്താത്ത ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ. ഫസ്റ്റ് ഞാൻ ഇത്താത്ത തന്നെ ഇത്താത്തയുടെ ചാനലിലൂടെ ഇട്ട ആ ഒരു ചാറ്റ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. എന്നിട്ട് ഇത്താത്ത പറയുന്ന കാര്യങ്ങൾ അതും കേൾപ്പിക്കണം ജനങ്ങളെ, എന്നാലേ എനിക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂ. ഫസ്റ്റ് ഒരു ഭാഗത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ ഇത്താത്ത ചോദിച്ചതാണിത്. അതിനുശേഷം മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നില്ല. അടുത്ത ദിവസം എങ്ങാണ്ടാണ് പിന്നെ മെസ്സേജ്, മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നില്ല എന്ന് വീണ്ടും ഇത്താത്ത ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? എന്തിനാണ് വെറുതെ ഉടായ്പ് കൊണ്ടിറങ്ങുന്നത്? ഇത്താത്തയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നു, നമ്പർ ചോദിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു, നമ്പർ കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്പറിൽ മെസ്സേജ് ഇടുന്നു. പക്ഷേ പെട്ടെന്നൊന്നും മെസ്സേജിന് റിപ്ലൈ ഇല്ല. ആ പെൺകൊച്ചിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാണും, അത് നമ്മൾ മനസ്സിലാക്കണം. മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ എന്ന് ആ ചോദ്യം തന്നെ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാമോ എന്ന് ആ പെങ്കൊച്ചിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് അവളുടെ ചേച്ചി ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ അവിടെ രേണു വന്നു. ആ ചേച്ചി ഈ കുഞ്ഞിനോട് പറഞ്ഞു, ഈ കുഞ്ഞ് വന്ന് നിങ്ങളോട് പറഞ്ഞു. ഉടനെ നിങ്ങൾ ഇവരോട് ചോദിക്കുകയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വന്നു, അവരുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് അവിടുന്ന് പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? അല്ല, അത്രയ്ക്കും ഒരു അറിവില്ലേ നിങ്ങൾക്ക്? എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവിൽ അത് തെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഷ്യന്റിനോട് രേണു സുധിയോട് ചോദിക്കാം, നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് താ. അവർ തന്ന ഓക്കെ. അതല്ലാതെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞ് അവരോട് മെഡിക്കൽ ഡീറ്റെയിൽസ് ചോദിക്കുക, അവരതെടുത്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് തെറ്റ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റ്, അവർ ചെയ്യുന്നത് തെറ്റ്. അവരെ അപ്പം തന്നെ ജോലിയിൽ നിന്ന് തട്ടും. പിന്നെ പേഷ്യൻ്റ് അറിഞ്ഞാൽ പേഷ്യൻ്റ് പരാതി കൊടുക്കാം, പോലീസ് കേസാവും. ഇതൊന്നും അറിയത്തില്ല എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. എന്തിനാ വെറുതെ ഉടായ്പ കൊണ്ടിറങ്ങുന്നത്? ഞാൻ എങ്ങനെ തരാനായത് എന്നാണ് ആ പെങ്കൊച്ച് ചോദിക്കുന്നത്. ഞാൻ എങ്ങനെ തരാനായത്? അറിഞ്ഞ കാര്യം ഇത്തയെ ഒന്ന് ഇൻഫോം ചെയ്തതാ. എൻ്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനല്ല. ആ പെൺകുട്ടിയെ പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. നിങ്ങളുടെ പേരെന്താണെന്ന് അതിൻ്റെ മുമ്പേ ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പെൺകുട്ടിയോട് പേരെന്താണെന്ന് ചോദിക്കുന്നത്? കാരണം ഈ ഒരു ചാറ്റിന് മുമ്പ് തന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ആ പെൺകുട്ടിയോട് സംസാരിച്ചില്ലേ? അല്ല, തന്നെ ഇത്തയുടെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിലെ ചാറ്റ്. അതിൽ വ്യക്തമായിട്ട് നിങ്ങൾ അവരുടെ പേര് തന്നെ, ആ പെൺകുട്ടിയുടെ പേര് അവിടെ കിടപ്പുണ്ട്, അത് റിവീൽ ചെയ്യുന്നുണ്ട്. പിന്നെന്തിനാ അവളോട് പിന്നെ പേര് ചോദിക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല. ആ പെൺകുട്ടിയുടെ പേരവിടെ കിടപ്പുണ്ട്. ഞാനത് വേണമെങ്കിൽ ഇപ്പം തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം, പിന്നത്തേക്ക് വെക്കുന്നില്ല. ഇവിടെ തന്നെ ഞാൻ ആ പെൺകുട്ടിയുടെ പേരങ്ങ് ക്രോസ് ചെയ്യാണ്. നമുക്കത് പുറത്തു വിടാൻ ഒരു മാർഗവും ഇല്ല. തന്നെ ഇത്തയുടെ വീഡിയോയിൽ വെച്ചിരിക്കുന്നതാണ്. ഹായ് ഇന്നലെ രേണു സുധി പരുമല ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു PET സ്കാനിന് വേണ്ടി. രേണു സുധിക്ക് ക്യാൻസർ ആണെന്ന് ഇന്നലെ കൺഫേം ചെയ്തു. ബ്രസ്റ്റിലോ വയറ്റിലോ എന്നുള്ളത് അവർ പുറത്ത് വിട്ടിട്ടില്ല. എൻ്റെ ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ രേണു അവിടെ വരും ഫോർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഇത്താത്തക്കല്ല ഈ മെസ്സേജ് അയച്ചേക്കുന്നത്. അവളുടെ പേരും അവിടെ നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്.
ഞാനത് ക്രോസ് ഇട്ട് വെച്ചേക്കുക. അവളുടെ ഒരു ഇതില്ലാതെ നമുക്ക് അടുത്ത് ഞാൻ പുറത്ത് വിടുന്നില്ല. മനസ്സിലായോ? അത്ര വലിയ മഹത്തായ വ്യക്തിയോ വലിയ മാന്യനോ ഒന്നും അല്ല ഞാൻ പറയത്തില്ല. എൻ്റെ അറിവിൽ മനുഷ്യന്മാരെല്ലാവരും അത്ര ഡീസൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും അവരുടെ ഗുഡ് സൈഡും ഉണ്ട് ബാഡ് സൈഡും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. പിടികിട്ടിയോ? പക്ഷെ ഈ പേരെന്താന്നൊക്കെ അവിടെ ആ കൊച്ചിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഉണ്ടായിരുന്നു, ഇത്താത്ത കണ്ടില്ലേ? കണ്ടില്ലായിരുന്നു. അത് ചിലപ്പോൾ കാണാഞ്ഞിട്ടായിരിക്കും. അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് വ്യക്തമായിട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പം ആ കൊച്ചിനോട് ആ ചോദ്യം ചോദിക്കണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അവര് പേരിനല്ല മറുപടി തന്നത്. നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാലല്ല ആ കൊച്ചു മറുപടി തന്നത്. എന്തിനാ ഞാനിവിടെ പറയുന്നത്? ഇത്താത്തയ്ക്ക് അറിയാലോ. ഇത്താത്ത ഈ ഭാഗം കാണിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വേറൊരു സാധനം ചോദിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു മാനിപ്പുലേഷൻ. അതിലേക്കൊക്കെ പോകാം. അപ്പോൾ എന്തിനാ വെറുതെ ഉടായ്പ കൊണ്ടിറങ്ങുന്നതിനാണ് ആ കൊച്ചു നല്ല വ്യക്തമായിട്ട് മറുപടി തന്നത്. ഞാൻ എങ്ങനെ തരാല്ല മെഡിക്കൽ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യത്തിലാണ് വ്യക്തമായിട്ട് മറുപടി തന്നിരിക്കുന്നത്. അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എങ്ങനെ തരാനായത് എന്ന് ആ കൊച്ചു ചോദിച്ചതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ബാക്കി ചേച്ചിയുടെ നമ്പർ തരാമോ എന്നൊക്കെ ഇത്താത്ത ചോദിക്കുന്നുണ്ട്. ഉടനെ എൻ്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്ന രേണുസുതി അവിടെ ചെന്നത് ടെസ്റ്റ് ചെയ്തതും ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തതും ശരിയാണ്. എനിക്ക് രേണുസുധീനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ആ കാര്യം പറഞ്ഞതാ. അതിന് ഞാൻ എന്തിന് ഉടായിപ്പിറക്കണം? ഒരിടത്തും എല്ലാവർക്കും ഇപ്പോൾ ഇതറിയാം, ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഇതറിയാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടാകില്ല, ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാമോ? ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാമോ എന്ന് ഇത്തയാണ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത്. എന്ത് ചോദ്യം അത്? ആ കൊച്ചിന് എനിക്ക് തോന്നുന്നു അതിന് വലിയ പ്രായമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനോടാണോ ചോദിക്കുന്നത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാമോ എന്ന്? ഇത്തയ്ക്ക് അറിയത്തില്ലേ? തന്നെ വീഡിയോയിൽ പറയുന്നത് കേട്ടല്ലോ, ഇത്തയ്ക്ക് അഡ്വക്കേറ്റ്സിനെ അറിയാം, അവരെ അറിയാം, ഇവരെ അറിയാമെന്നൊക്കെ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇത്തയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടുത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം തിരക്കിയാൽ അവരുടനെ മെഡിക്കൽ റിസൾട്ട്, മെഡിക്കൽ മറ്റേ റിപ്പോർട്ടെല്ലാം കൂടെ എടുത്തിങ്ങോട്ട് തരും എന്നാണോ വിശ്വസിക്കുന്നത്? അല്ല, അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്യുമോ? എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ നമ്മൾ സംസാരിക്കണം. അവിടുത്തെ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽ വേറൊരു യൂട്യൂബറോ ഇപ്പം ഞാനോ ആരും ആയിക്കോട്ടെ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ പോലീസുകാർ ചെന്നാൽ ചിലപ്പോൾ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല്ലതൊക്കെ ചിലപ്പോൾ കൊടുത്തേക്കും. അതല്ലാതെ വേറൊരാൾക്കും കൊടുക്കത്തില്ല ഒരു ഹോസ്പിറ്റലുകാരും, എൻ്റെ അറിവിൽ. മനസ്സിലായോ? നിങ്ങളുടെ അറിവിൽ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ വല്ലതും അങ്ങനെ ചെയ്യുമോ? അല്ലാതെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ചോദ്യം എന്ത് ചോദ്യം? അത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാമോ എന്ന്. അവിടെ ഒരാൾ വന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ഇന്നൊരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞേക്കും. പക്ഷേ ഇന്ന ആൾ ഇന്ന അസുഖത്തിന് വന്ന് എന്താണ് ഡയഗ്നോസ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഹോസ്പിറ്റലും പറയുമെന്ന്. ബാക്കി അറിയാമായിരിക്കും, അവന് ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടാനൊന്നും അറിയില്ല. എന്താ അറിയാമായിരിക്കുമെന്നോ? ആ കൊച്ചിനും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അറിയാമായിരിക്കും, അവന് ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടാനൊന്നും അറിയില്ല. ഈ അവന് എന്ന് പറഞ്ഞത് അതിലുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ഏതവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും അവർക്ക് എന്ന് ആർക്ക് വേണമെങ്കിലും അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. അവർക്ക് ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിടാമോ എന്ന് അറിയില്ല എന്നാണ് ആ കൊച്ചു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അത് ഒന്ന് വ്യക്തമായിട്ട് വായിക്കാൻ ശ്രമിച്ചാൽ, അത് അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാതെ പ്രോപ്പറായിട്ട് അതിൻ്റെ മീനിങ് എന്താണ്, ആ കൊച്ചിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും വന്നതാണോ? നമ്മളെല്ലാം മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരും ഇല്ലേ? വരും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ടൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ, നല്ല രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ചേച്ചി ഇതുവരെ അറിഞ്ഞില്ല ഞാൻ ഇത്തയോട് പറഞ്ഞ കാര്യം. ഓക്കെ, ആ പെൺകുട്ടിയുടെ ചേച്ചി അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയുടെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ആ പെൺകൊച്ചിനോട് പറഞ്ഞു. ആ കൊച്ച് കഷ്ടകാല സമയത്ത് വന്ന് എല്ലാം കൂടെ യൂട്യൂബേഴ്സിനോട് പറയാൻ നിന്നു. ഞാൻ അവളോടൊന്നും സംസാരിച്ചിട്ട് ഇത്തയ്ക്ക് നമ്പർ തരാം, ഞാൻ 15 ഡേയ്സിലേക്ക് നാട്ടിൽ വന്നതാ, അവളോടൊന്ന് സംസാരിക്കട്ടെ. അതുകൊണ്ടാണ് ആ പെൺകൊച്ച് ദുബായ് നമ്പറിൽ നിന്ന് മെസ്സേജ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ആ പെൺകൊച്ച് പുറത്തും കണ്ടായിരുന്നു ജോലി, ഇവിടെ വന്നതാ. ഞാൻ 15 മിനിറ്റ് തരാം, ഞാൻ 15 മിനിറ്റ് തരാം, ഓക്കെ, അതിനുള്ളിൽ അറിയിക്കുക, ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. ഞാൻ 15 മിനിറ്റ് തരാന്നൊക്കെ എന്തോ ഒരു കൊച്ചു വന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനോട് ഞാൻ 15 മിനിറ്റ് തരാം, ഇല്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് അങ്ങ് വീഡിയോ ചെയ്യുമെന്ന്. ഡീറ്റെയിൽ ആയിട്ട് കാര്യം കെട്ടിട്ട് വീഡിയോ ഇട്ടാൽ പോരെ? വീഡിയോ ചെയ്യാൻ അങ്ങോട്ട് നമ്മൾ മുട്ടിയിരിക്കുവാണോ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ടാ. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ 15 മിനിറ്റ് തരാം. നമ്മളാരും ദൈവങ്ങളല്ല. മനസ്സിലായോ? നമ്മളും സാധാരണക്കാരാ. നമ്മളോട് വന്ന് സംസാരിക്കുന്നവരെ പോലെ തന്നെയുള്ള ആൾക്കാരാണ് നമ്മളും. അവരോട് ചെന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പോലീസുകാരല്ല, ഞാൻ നിനക്ക് അങ്ങോട്ട് 15 മിനിറ്റ് തരാം, അതിനുള്ളിൽ എല്ലാം എനിക്ക് കിട്ടണം. വാട്ട് ഈസ് ദാറ്റ്?
മാന്യമായിട്ടാ കേട്ടോ, എന്നെ കൊല്ലാനൊന്നും വന്നേക്കല്ലേ തെറിയും പറഞ്ഞോണ്ട്. വയ്യ, അതുകൊണ്ടാ. എൻ്റെ എന്ത് വെച്ച് അതിനുള്ളിൽ അറിയിക്കുക, ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. എന്ത് വെച്ച് തൻ്റെ വാട്സപ്പ് ചാറ്റ് നോ പ്രോബ്ലം, ഞാൻ വൈറലാകുമല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ആ കൊച്ച് മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത്താൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് ഞാൻ. അയ്യോ, അതിനകത്തൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ പോട്ടെ. ഇനി ഇത്താത്ത പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മറ്റേ ചാറ്റിങ് കാണിച്ചോണ്ടേ ഇനി നമുക്ക് അതിലോട്ട് പോവാം. എന്നിട്ട് വേണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ. അപ്പൊ തുടങ്ങാം. മെഡിക്കൽ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരെന്താണ്? അവളുടെ പേര് അവള് പറയുന്നില്ല. എന്തിനാ വെറുതെ ഉടായ്പം കൊണ്ട് ഇറങ്ങുന്നത്? ഞാൻ എങ്ങനെ തരാനാ ഇത്? എന്താ അവളെ പേര് പറഞ്ഞൂടെ? ഇത്ത അവളുടെ പേരല്ല, പേരവക്ക് പറയാം. ഇത്ത പേര് ചോദിക്കുന്നതിന് മുമ്പ് ഇത്ത മെഡിക്കൽ ഡീറ്റെയിൽസിന്റെ കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അതിനുള്ള മറുപടിയാണ് ആ കൊച്ചു തന്നെയെന്ന് സാമാന്യം ചോറുന്ന ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ പേര് തന്നെ ഇത്ത അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതി കൊള്ളാം. പേര് ആ കൊച്ചിന്റെ ഇത്ത തന്നെ പുറത്തുവിട്ട ചാറ്റി കിടപ്പുണ്ടിറ്റാ. ഇത്ത പിന്നെ എന്തിനാത്താ പേരും ചോദിച്ചോണ്ട് ചെല്ലുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ പിന്നെ പേര് ചോദിക്കുന്നേ? ആ പുറത്തുവിട്ട ഇൻസ്റ്റാഗ്രാമിന്റെ ആ സ്ക്രീൻഷോട്ടിൽ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. പിന്നെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണോ? അല്ല, കാണുന്ന അത്യാവശ്യം ബോധമുള്ളവർക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി മറ്റേ നെഞ്ചത്തടിച്ച് ഒരു യൂട്യൂബറെ മാത്രം വിശ്വസിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തില്ല. ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക. ഞാനായിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ നിങ്ങളും ഒന്ന് തല ഉപയോഗിക്കുക, ചെറുതായിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്നതെല്ലാം സത്യമാണോ കള്ളമാണോ എന്ന്. മനസ്സിലായില്ലേ? ബാക്കി അവൾക്ക് പേരില്ലേ? പേര് അവസാനിച്ചു പോയാ? അറിഞ്ഞ കാര്യം ഇത്തായെ ഒന്ന് ഇൻഫോം ചെയ്തതാ. എന്റെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനല്ല. അപ്പൊ അവൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല, അവളെ ചേച്ചിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടായിപ്പോ എന്നാ ചേച്ചിയുടെ നമ്പർ ഇതാ, അത് തരൂല. അപ്പൊ ചേച്ചിയുടെ നമ്പർ തരത്തില്ല, അനിയത്തിയുടെ പേരും പറയത്തില്ല. അനിയത്തി വിദേശത്തെ നമ്പറിൽ നിന്നാണ് വാട്സപ്പ് അയക്കുന്നത്. ലിങ്ക് നിങ്ങൾക്ക് പിടി കിട്ടിയില്ലേ? ഞാൻ പറയണ്ടല്ലോ. എന്ത് ലിങ്ക്? എനിക്ക് പിടി കിട്ടിയില്ല. സീരിയസ്ലി എനിക്ക് പിടി കിട്ടിയില്ല. ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവളുടെ നമ്പർ നാട്ടിൽ വരുമ്പോൾ 10-15 ദിവസത്തേക്ക് നാട്ടിൽ വരുമ്പോൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പുതിയ നമ്പർ എടുത്തിട്ട് അതിനകത്തൊന്ന് മെസ്സേജ് അയക്കണോ? ഞാനൊക്കെ വന്നിട്ട് 1-2 വർഷമായി. ഞാൻ ഇപ്പോഴും എൻ്റെ ദുബായ് നമ്പറിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പിടി കിട്ടിയോ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു. വന്ന് കുറേ കാലം ഞാൻ ആ നമ്പറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെന്താ ഇപ്പൊ കുഴപ്പം? 15 ദിവസത്തേക്ക് വന്ന ആളപ്പോ ആ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചു. പിന്നെ ചേച്ചിയുടെ നമ്പർ, അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ് ആ പെൺകുട്ടിയുടെ ചേച്ചി. അനിയത്തിയോട് പറഞ്ഞു, അതിൻ്റെ ഒരു ത്വരയ്ക്ക് അങ്ങനെ തന്നെ പറയാം, യൂട്യൂബേഴ്സിനോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? അത്രേ ഉള്ളൂ കാര്യം. എന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ നമ്പർ തരിക, ആ ചേച്ചിയെ വിളിച്ചിട്ട് അതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചാൽ മതി ചെറുതായിട്ട്. അവിടുത്തെ സ്റ്റാഫായിരിക്കും, അവരൊരിക്കലും മെഡിക്കൽ ഡീറ്റെയിൽസ് എടുത്ത് തരത്തില്ല. അവരുടെ പണി പോകും. പിടികിട്ടിയോ? ഹോസ്പിറ്റലുകാരറിഞ്ഞ, ഇനിയിപ്പോൾ രേണു അറിഞ്ഞാൽ രേണുവിന് വേണമെങ്കിൽ പരാതി കൊടുക്കാം, അവരുടെ റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയെന്നും പറഞ്ഞ്. അത് ആ മെഡിക്കൽ റിപ്പോർട്ട് ചോദിക്കുന്ന ആളെ എനിക്ക് മനസ്സിലാവുന്നില്ല. സാമാന്യ ബോധമുള്ള ഒരാളും ആ പേഷ്യന്റിനോട് വേണമെങ്കിൽ ചോദിക്കാം, അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. രേണുവിനോട് ചോദിച്ചിട്ട് രേണു തരുവാണെങ്കിൽ ഓക്കെ. അതല്ലാതെ അവിടുത്തെ സ്റ്റാഫുകൾ എടുത്ത് തരുമെന്നൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. കുറച്ചും കൂടെ ഇവരാരും പറയാതിരുന്നു എന്റെ കുഴപ്പമാണ്. ചേച്ചിയുടെ നമ്പർ തരാമെന്നുള്ളത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. എവിടെ അനക്കല്ല. 12:29 ഞാൻ ആ ചോദിക്കുന്നത്. അവൾ എന്നെ കൊല്ലും. അവളുടെ ജോലിയെ ബാധിക്കില്ല. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് ജോലിയെ ബാധിക്കുന്ന എന്തിനാ? ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് ജോലിയെ ബാധിക്കുന്ന എന്തിനാണെന്നാ? ഇത്ത എന്താ ഈ ചോദിക്കുന്നത്? ഈ ഹോട്ടലിൽ വിളിച്ചിട്ട് മോനെ ഇന്ന് എന്താ അവിടെ പൊറോട്ടയും ബീഫും ആണോ സ്പെഷ്യല്? അതോ ചപ്പാത്തിയും കോഴിക്കറിയാ? ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കണക്കല്ല ഈ ഇൻഫർമേഷൻ. ഇത് ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ പേഷ്യന്റെ ഡീറ്റെയിൽ അത് പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ചെറിയ കാര്യമല്ല. അതൊന്നും അറിയാൻ പാടില്ലേ? ബാക്കി ക്യാൻസർ ഇത്തയ്ക്ക് ഒരു ചെറിയ രോഗമാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. ചെറിയൊരു രോഗമാണോ അത്? എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ചെറിയൊരു രോഗമല്ല, അത് വലിയൊരു രോഗം തന്നെ.
മനസ്സിലായില്ലേ? വരാതിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്ക്. അത് വലിയൊരു രോഗം തന്നെ, മനസ്സിലായോ? ക്യാൻസർ എന്നല്ല, എന്തൊരു രോഗമാണെങ്കിലും എങ്ങനെ 2 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ? ഒരുപാട് എന്നെക്കാട്ടിലൊക്കെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട്സ് ഉള്ളൊരു വ്യക്തിയായിരിക്കും, എന്നിട്ടാണോ ഇങ്ങനെ ബ്ലണ്ടർ പറയുന്നത്? ക്യാൻസർ എന്നല്ല, ഏതൊരു രോഗമാണെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ എത്തിയാൽ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആ ഹോസ്പിറ്റലുകാർക്ക് ഒരിക്കലും ഒരു തേർഡ് പേഴ്സണ് കൈമാറാൻ സാധിക്കില്ല. ഇൻ കേസ് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വല്ല പോലീസുകാരൊക്കെ ചെല്ലുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അതല്ലാതെ കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? വീണ്ടും വീണ്ടും അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാനുള്ളത്. വീണ്ടും വീണ്ടും ആ ചാറ്റിലും അത് തന്നെ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഞാൻ അതുകൊണ്ട് ആ ചാറ്റ് ആദ്യമേ ഒന്ന് വായിച്ചിട്ട് ഇത്ത പറയുന്നത് തന്നെ കേൾപ്പിക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ പിന്നെ നാളെ പറവുകാരനെ കല്ലാന്ന് വിളിക്കും, കള്ളാന്ന് വിളിക്കും. വെളുപ്പംകാലത്ത് 3:30 ഇരുന്ന വീഡിയോ ചെയ്യുന്ന ഉറക്കം വന്ന് തൂങ്ങി, പക്ഷെ ഇത് തീർക്കാതെ ഞാൻ പോകത്തില്ല. കാരണം ഞാൻ ഞെട്ടിപ്പോയി. ഇത്ത ഇങ്ങനെ ബ്ലണ്ടർ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാ. ബാക്കി അത്ര സീക്രട്ടീവ് ഇൻഫർമേഷൻ എയ്ഡ്സോ മറ്റാണോ? ക്യാൻസർ അല്ലേ, അതിനിപ്പോ എന്താ? ഡീറ്റെയിൽസ് പുറത്തു വിട്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇത് ഓരോ സാധനവും മിനിറ്റ് കഴിഞ്ഞിട്ടാ മറുപടി. സ്പോട്ടിലല്ല മറുപടി, 1 മിനിറ്റ് കഴിഞ്ഞിട്ടാ വരുന്നത്. ആരോടോ ചോദിച്ച് മനസ്സിലാക്കി എന്ത് മറുപടി കൊടുക്കണമെന്ന് ചോദിച്ച് ആ മറുപടി അവിടുന്ന് കേട്ട ശേഷം പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ 12:40 നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, 12:40 തന്നെ നമുക്ക് മെസ്സേജ് തിരിച്ചു വന്നാൽ അവർ ഉടനെ മറുപടി കിട്ടും എന്നർത്ഥം. 12:40. കൊള്ളാം. എന്താ പറയണ്ടേ ഇതിനൊക്കെ? ഡിഗ് ചെയ്യുന്നത് നല്ലതാ, മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ ഡിഗ് ചെയ്യാൻ പോയാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ വരെ നമുക്ക് ബാധിക്കും. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളിരുന്ന് ഇങ്ങനെ ഡിഗ് ചെയ്യും. നമ്മുടെ മോനോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലുമോ. എന്താ ഞാൻ അങ്ങോട്ട് അയച്ച് മെസ്സേജ് ഞാൻ 12:40 അയച്ച് 12:41 തിരിച്ചയക്കുന്നത്. എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവടെ. പേഴ്സണൽ ലൈഫിൽ പോലും നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാൻ പോയി പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം ഇനിയെങ്കിലും. 5 മിനിറ്റ് കഴിഞ്ഞോ 10 മിനിറ്റ് കഴിഞ്ഞോ 20 മിനിറ്റ് കഴിഞ്ഞോ അല്ലല്ലോ, 1 മിനിറ്റൊക്കെ കഴിഞ്ഞല്ലേ. ആൾക്കാർക്ക് വേറെ പണി ഉണ്ടാവത്തില്ലേ? അല്ലാതെ ഈ ഫോണും എടുത്തിട്ട് ഓക്കെ ഷെഫീന ബീവിക്ക് കറക്റ്റ് ഒരു മിനിറ്റിന് മുമ്പ് തന്നെ എല്ലാത്തിനും മെസ്സേജ് അയച്ച് കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞായിരിക്കുമോ കൊച്ചവിടെ ഇരിക്കുന്നത്? അതിന് വേറെ പണി കാണത്തില്ലേ? എനിക്കൊക്കെ ഒരു മെസ്സേജ് വന്നാൽ ഞാനൊക്കെ ചിലപ്പം എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. കാരണം നമുക്ക് വേറെ പണിയുണ്ടേ. അല്ലെങ്കിൽ ഞാനായിട്ട് ഒരാളോട് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ പോയി എന്ന് വെച്ചിട്ട് പടയും അങ്ങനെ അല്ല, വേറെ പണി കാണും, അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ കാണും. ഇതൊക്കെ എന്ത് ചോദ്യം? ഇങ്ങനെയാണോ കാര്യങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് സാധാരണക്കാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല, എനിക്കിത് വേറെ തരത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ തോന്നി. ആ പെങ്കൊച്ചിന്റെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഒന്നും പറയാനില്ല. വാട്ട് എവർ ഹാപ്പൻസ്, ആർക്കും ക്യാൻസർ വരാതിരിക്കട്ടെ. ആ ഒരു വൃത്തികെട്ട അസുഖം ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ രേണു ഇതുവരെ ആയിട്ടും അങ്ങോട്ട് തുറന്നു വന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയില്ല, അവർ വന്ന് പറയണം. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് ആരോടും പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട, അത് നമ്മുടെ ഇഷ്ടമാണ്. പിടികിട്ടിയോ? പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുള്ളൂ. ഇനി ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. എനിക്ക് എൻ്റെ കോണ്ടന്റ് അത് കഴിഞ്ഞാൽ ഞാൻ പോകും. അല്ലാതെ ഇവത്തെ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കാൻ, ഡിഗ് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആൻഡ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലുള്ള എന്നെ അറിയാവുന്ന യൂട്യൂബേഴ്സ് ആൾക്കാർക്ക് അറിയാം, ഞാനങ്ങനെ ആരോടും ഒരു പരിധി കൂടുതൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ എല്ലാവർക്കും പേഴ്സണൽ ലൈഫുണ്ട്, നമ്മൾ അങ്ങനെ അങ്ങ് പോവുക. ഇത് ഒരു പ്രൊഫഷൻ, അങ്ങനെ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ അടുക്ക സംസാരമോ എനിക്ക് വയ്യ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ പോകണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നിയില്ലടേ ചോദിക്കുന്ന പല ചോദ്യങ്ങളും. അത് തീരെ, പ്രത്യേകിച്ച് ഈ 1 മിനിറ്റ് ഗ്യാപ്പ്, അത് 1 മിനിറ്റിനുള്ളിൽ അപ്പുറേ പോയി ചോദിച്ച് ഇപ്പറേ വന്ന് പറഞ്ഞു. എന്തുവാ ഇത്? അല്ല, 1 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് കാര്യം ഇങ്ങോട്ട് കിട്ടിയത് മനസ്സിലാക്കി വായിച്ചിട്ട് നേരെ അപ്പുറേ ചെന്ന് ചേട്ടാ അത് ഇങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ, എന്താ ഞാൻ പറയണ്ടേ? ഓക്കെ മോളെ, ഇങ്ങനെയാണ് മോളെ, ഇങ്ങനെയാണ്. അതിൽ പറയുന്നതായിരിക്കുമല്ലോ പറയുന്നത് അല്ലേ? ആ ഒരു സ്റ്റൈലിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്. എന്താണെങ്കിലും ഈ 1 മിനിറ്റിനിടയ്ക്ക് അവിടെ നിന്ന് കേട്ടിട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. സീരിയസ്ലി എങ്ങോട്ടൊക്കെയാ ചിന്ത പോകുന്നത്? അല്ല, അങ്ങനെ ചിന്ത പോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുക. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ആർക്കെങ്കിലും എടുത്ത് ലൂട്ട് ചെയ്ത് ഇങ്ങോട്ട് തരാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ലൂട്ട് ചെയ്ത് മേടിച്ചാൽ അത് കൊല്ലാ പാവത്തില്ലേന്ന്
അങ്ങനൊന്നും ചിന്തിക്കാൻ വയ്യല്ലേ? കൊനട്ട് മാത്രം ചിന്തിച്ചു പോകാം, നേരെ ചൊവ്വയുള്ളതൊന്നും ചിന്തിക്കാൻ വയ്യേ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.